വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധ പതിവായിട്ട് നടപടിയെടുക്കാതെ അധികൃതർ ദിവസങ്ങളായിട്ട് നമ്മുടെ ജേർണലിസ്റ്റ് മരിക എല്ലാ ദിവസവും ഇതുപോലത്തെ ന്യൂസ് ചെയ്യുന്നുണ്ട്. ഭക്ഷ്യവിഷബാധ ഏറ്റിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അത് എല്ലാ ദിവസവും പതിവായിട്ട് ഇങ്ങനെ പല പ്രശ്നം. ഇപ്പൊ ടൂറിന് ഈ മാസങ്ങളിൽ ടൂർ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഈ പുറത്തു പോകുന്ന പിള്ളേർ മുഴുവൻ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ നിരവധി വിദ്യാർത്ഥികൾക്ക് പല കൊടൈക്കനാലിൽ വെച്ച് ഫുഡ് പോയിസൺ അടിച്ചു. ഇപ്പൊ അടിമാലി വെച്ച് ഫുഡ് പോയിസൺ അടിച്ചു. പിന്നെ പല ഹോട്ടലുകളിൽ ചെക്ക് നടന്നപ്പോൾ ഏറ്റവും മോശമായ ഭക്ഷണം ഉണ്ടായി, സാഹചര്യം ഉണ്ടായി. അങ്ങനെ തുടർക്കഥയാണിത്. ഈ ഭക്ഷ്യവിഷബാധ ഒരു തുടർക്കഥയായ സാഹചര്യത്തിലും അതിനെതിരെ നടപടി സ്വീകരിക്കാതെ നമ്മുടെ അധികൃതർ വരികയാണ്. അപ്പോൾ വഴിയോര കച്ചവടങ്ങൾ ഇതുപോലെ വഴിയോര ഹോട്ടലുകളൊക്കെ വിശ്വസനീയമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. വഴിയോരങ്ങളിലല്ലേ 5 സ്റ്റാർ ഹോട്ടൽ അടക്കം വിശ്വസനീയമല്ല. ചെക്ക് ചെയ്യണം. അതെ, അത് ഒരിടം വിശ്വാസമല്ല. ഏറ്റവും വൃത്തിയുള്ള സ്ഥലം നിങ്ങൾ ചെക്ക് ചെയ്യണേ. 5 സ്റ്റാർ ആണെങ്കിലും വഴിയോര കച്ചവടം ആണെങ്കിലും അവരുടെ സുരക്ഷിതത്വം, ഫുഡ് ഉണ്ടാക്കുന്ന രീതി, അവരുടെ ക്ലീനിങ് ആയിട്ടുള്ള രീതി, അവരുടെ ശുചിത്വം, ആ ഒരു കാര്യങ്ങൾ, അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, പാചകം ചെയ്യുന്ന ആൾക്കാർക്ക് അസുഖമുണ്ടോ, അങ്ങനെ പടരുന്ന രീതിയിലുള്ള അസുഖമുണ്ട്. ചിലരുടെയൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ തുമ്മിട്ട് ഇങ്ങനെ വെച്ചിട്ട് അത് വെച്ചിട്ട് തുടങ്ങി. അതൊക്കെ എന്ത് ലോജിക്കാണെന്ന് മനസ്സിലാവില്ല നമുക്ക്. ഹൈജീൻ അതും ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര മസ്റ്റ്. കാരണം നമ്മളൊരു വിശപ്പിന് മുതലെടുക്കരുത് അല്ലേ, പ്രത്യേകിച്ച് കുട്ടികളടക്കം. അത് ഈ ഇടയ്ക്ക് 2 മാസമായിട്ട് ടൂർ തന്നെയാണ്. നമ്മളെല്ലാ സ്കൂളുകളിലും ടൂർ പോകുന്ന സാഹചര്യത്തിൽ എല്ലാവരും പുറത്താണ് ഫുഡ് കഴിക്കുന്നത്. തീർച്ചയായും എത്രത്തോളം ക്യാരി ചെയ്യാൻ പറ്റും. അതെ, വിനോദസഞ്ചാരങ്ങളിലായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയ്ക്ക് പതിവാകുകയാണ് കേട്ടോ. അത് തന്നെയാണ് പതിവാകുന്നത്. അടിമാലി 2 ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികളാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് അടൂരിൽ നിന്നും എത്തിയ ട്യൂഷൻ വിദ്യാർത്ഥികളിൽ 54 പേര് അടിമാലി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയരായി. 54 പേരും വിധേയരായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ചെമ്മനാട് പരവനാക്കളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് എത്തിയ 148 വിദ്യാർത്ഥികളിൽ അടങ്ങിയ സംഘത്തിൽ 24 പേർക്കും ഭക്ഷ്യവിഷബാധ. തുടരാനാണെങ്കിൽ ഇങ്ങനെ നിരവധി കോട്ടയത്തെ ഹോസ്റ്റലുകളിൽ നിന്നും ഭക്ഷ്യവിഷബാധയെ തുടർന്നുള്ള ന്യൂസൊക്കെ നമ്മൾ കേട്ടിരുന്നു. അങ്ങനെ നിരവധിയാണ് ഇപ്പൊ നടക്കുന്നത്. ഇതിനെല്ലാം കേട്ടിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടപടി എടുക്കാതെ അധികൃതർ ഇപ്പോഴും മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? മറ്റേ എന്താണ് ടെസ്റ്റ് ചെയ്യണ ആൾക്കാരെ പറയണത്? ഫുഡ് കമ്മീഷൻ ആയിരിക്കും. ഫുഡ് ആൻഡ് സേഫ്റ്റി അല്ലേ? ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി, ഫുഡ് ആൻഡ് സേഫ്റ്റി. അപ്പോ ഇങ്ങനെയുള്ള സെക്ടറിലൊന്നും പ്രവർത്തകരില്ലേ? കുറച്ചുപേരെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എടുക്കൂ. അതെ, ശമ്പളം കൊടുക്കാൻ കാശില്ല. അതുകൊണ്ടാ അയ്യോ, മൗനം പാലിക്കുന്ന അപകടകരമാണ്. ഇതിപ്പോ ഇങ്ങനെ പ്രതികരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടണം. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഇവര് വന്നിട്ട് പറയും അതുകൊണ്ടന്നെ മിന്നൽ പരിശോധന, മിന്നൽ ഉണ്ടാക്കി. അയ്യോ, വെറുതെ ഞങ്ങളൊക്കെ കോപിഷ്ടരാക്കരുത്. ഇതാണ് പത്രം വായിക്കാത്ത ജനങ്ങള്, യുവാക്കൾ. ഇതാണ് രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നകന്ന് പോകുന്നത്. ഒന്നിനും ഒരു പരിഹാരമില്ല, മൊത്തം പ്രശ്നം മാത്രം. പരിഹാരമില്ല, പ്രശ്നമുണ്ട്, പരിഹാരമില്ല. പ്രശ്ന പരിഹാരമാവണം രാഷ്ട്രീയം. അതായത് കോട്ടയത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിച്ച ഒരു നേഴ്സ് മരിച്ച വിഷയമൊക്കെ വലിയ ന്യൂസ് ആയിരുന്നു. ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് എല്ലാ അധികൃതരും കടുത്ത പരിശ്രമത്തിലൂടെ എല്ലാം ചെയ്തു. കുറച്ചാണത് ഇപ്പൊ അടുത്തത് കണ്ടോ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, പ്രശ്ന പരിഹാരമാവണം രാഷ്ട്രീയം. അല്ലാതെ പ്രശ്നം ഉണ്ടാക്കാനുള്ള മേഖലയല്ല രാഷ്ട്രീയം. എപ്പോ നോക്കിയാലും പ്രശ്നങ്ങൾ, അടി, തമ്മിത്തല്ല്, പൊട്ടിത്തെറി, ഇത് മാത്രമാവരുത് രാഷ്ട്രീയം. പ്രശ്ന പരിഹാരമാണ് രാഷ്ട്രീയം. പ്രശ്ന പരിഹാരത്തിനാണ് നിങ്ങളെ ജനങ്ങൾ എലക്ട് ചെയ്ത് ഇങ്ങനെ അയക്കുന്നത്. അയച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ അവിടെ ഒരു രാഷ്ട്രീയ പരാജയം തന്നെയാണ് ഉണ്ടാവുന്നത്. അതിന്റെ പേരൊന്നുമല്ല രാഷ്ട്രീയം. ഈക്വാലിറ്റി, ഇതുപോലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം, ഇതെല്ലാം കാണാൻ ഇനിയെങ്കിലും ശ്രമിക്കുക. പ്രത്യേകിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റിലുള്ള ഈ ഒരു സമയത്ത് എല്ലാത്തിനും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇപ്പൊ ഫുഡിന് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. അതാത് മേഖലയിലുള്ള ആളുകളോട് അതാത് രീതിയിൽ പ്രവർത്തിക്കാൻ പറഞ്ഞാൽ മതി. അല്ലാതെ ഒരുമാതിരി അരിവപ്പെടുത്തി ഗവൺമെന്റ് ഉദ്യോഗം ചെയ്ത് കഴിഞ്ഞാൽ ഇതല്ല, ഇതിന്റെ അപ്പുറം ഉണ്ടാവും. ആരെങ്കിലും വന്ന് ഉണർത്തുമ്പോൾ ചിലപ്പോൾ കിടന്ന് ഉറങ്ങിയിരിക്കും. സാർ എന്ന് പറഞ്ഞ് ഉണർത്തുണ്ട്. എന്താ പ്രശ്നം ഇതൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് അപ്പൊ നേരത്തെ തന്നെ ഉണ്ടല്ലേ ക്ഷേമനിധി പെൻഷനിൽ പോലും സർക്കാർ ഉദ്യോഗസ്ഥർ കൈയിട്ട് വാരി അങ്ങനെ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത്രയും ഗുരുതരമായ ഒരു കാര്യം പുറത്തു വന്നപ്പോഴല്ലേ ഈ ഇടപെടലുണ്ടായ. അപ്പൊ ഇത്രത്തോളം വളരെ മാന്യമായ രീതിയിലാണ്, വളരെ അപമാനകരം തന്നെ പറയാം, മാന്യം അങ്ങനെ കളിയാക്കിയതാ സിസ്റ്റം പ്രവർത്തിക്കുന്നത്.
എന്തെങ്കിലും ഇതുപോലെ കാണുമ്പോഴാണ് മുഖ്യമന്ത്രി അടക്കം ഇടപെടുന്നത്. അപ്പൊ അതിന് മുമ്പേ തന്നെ ഈ വാർത്തകളെങ്കിലും ഒന്ന് വായിക്കുക. നിങ്ങൾ അതായത് പാർട്ടി പത്രങ്ങളാണെങ്കിൽ ഇത് പുറത്തുകൂടെ ഇല്ല. അവര് വേറെ എന്തെങ്കിലും എന്താണ് കൊടി പൊക്കി അല്ലെങ്കിൽ BJP പൊട്ടിത്തെറി, അതല്ലേ കോൺഗ്രസിന് മാത്രമാണെങ്കിൽ BJP പൊട്ടിത്തെറി, LDF വർഗീയത, LDF മാത്രമാണ് BJP രൂക്ഷമായ പ്രവർത്തനം, കോൺഗ്രസ് കള്ളന്മാർ. നിങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയൂ, അല്ലാതെ പാർട്ടിക്കുള്ളിലെ നേതാക്കളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ വിടൂ. ഞങ്ങൾക്ക് അറിയണ്ട, അതിനുവേണ്ടി തന്നെ ഈ പരിപാടി തുടങ്ങിയേക്കുന്നത്. എല്ലാ പത്രങ്ങളും എല്ലാ പാർട്ടിയിലെയും ഞങ്ങൾ രൂക്ഷമായിട്ട് വിമർശിക്കും. ജനങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ പറയും. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കൂ, പ്രശ്നപരിഹാരമാവണം രാഷ്ട്രീയം. എനിക്ക് അത് പറയാനുള്ളൂ. തീർച്ചയായിട്ടും.